ഹായ് ഓൾ, ഇത് നമ്മുടെ റീസെന്റ് OET വിന്നറായ അലീന മേരി. സോ കൺഗ്രാറ്റുലേഷൻസ് അലീന. താങ്ക് യു. അലീന അഡ്മിയ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണ് OET പഠിക്കാൻ? ആക്ച്വലി അഡ്മിയ എൻ്റെ സീനിയേഴ്സും എൻ്റെ ടീച്ചേഴ്സും ഒക്കെ അഡ്മിയയിലാണ് പഠിച്ചത്. അപ്പം അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് ഞാൻ അഡ്മിയ ചൂസ് ചെയ്തത്. അലീനയ്ക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും A ഗ്രേഡ് ഉണ്ടായിരുന്നു അല്ലേ? സോ ഈ റീഡിംഗ് ലിസണിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഞങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നൊന്ന് പറയാമോ? ആക്ച്വലി അഡ്മിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പ്രത്യേകിച്ച് എക്സാം അടുത്തപ്പോൾ എക്സാം മെറ്റീരിയലൊക്കെ തന്നു. എക്സാം മെറ്റീരിയലൊക്കെ നല്ല ട്രെയിനിങ്ങാണ് തന്നത്. അതിൻ്റെ കൂടെ സപ്പോർട്ടും പിന്നെ നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഇത്ര നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അലീനയ്ക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ഏതായിരുന്നു? എനിക്ക് ടഫായിട്ട് തോന്നിയത് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിംഗ് മാർക്ക് അത്രയ്ക്ക് സ്കോർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ബട്ട് അഡ്മിയ എനിക്ക് എക്സ്ട്രാ മെറ്റീരിയലൊക്കെ തരുമായിരുന്നു. സോ ഏകദേശം 360 എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നന്നായിട്ട് കറക്റ്റ് ചെയ്യുകയും പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി റൈറ്റിംഗ്. ഓക്കെ, അലീനയ്ക്ക് ഇനിയുള്ള OET പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് അലീനയ്ക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, OET ആക്ച്വലി എല്ലാവരുടെ മനസ്സിൽ ഭയങ്കര പാടുള്ള ഒരു കാര്യമായിട്ടാണ്. ക്രാക്ക് ചെയ്യാൻ പാടാണ്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമുക്കൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് OET ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം അടിമയിലെ മെറ്റീരിയൽസും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. അപ്പം അവരുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഇത്ര നല്ല മാർക്ക് മേടിക്കാൻ പറ്റിയത്. അപ്പം അടിമയ പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നിങ്ങൾക്ക് നന്നായിട്ട് OET പാസ്സാകാൻ പറ്റും. അലീനയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അടിമയുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ തുടങ്ങുന്ന 9:30 പിന്നെ 9:30 തൊട്ട് 4 വരെയായിരുന്നു റെഗുലർ ക്ലാസ്. അപ്പം അത്രയും സമയം നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതുകൊണ്ട് നല്ലതായിരുന്നു. ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ വരുമ്പോഴത്തേനും സിനോണിയം ഒക്കെ പറഞ്ഞ് ഏൽപ്പിക്കും. പിന്നെ തൊട്ട് മുന്നത്തെ ദിവസത്തെ റൈറ്റിംഗ് ചെയ്ത് ലെറ്റർ കറക്റ്റ് ചെയ്ത് തരുന്നു, എഴുതി വെക്കണമായിരുന്നു. പിന്നെ നമ്മൾ ലിസണിങ് ആണ്. അപ്പം ലിസണിങ്ങിന് മുന്നേ നമ്മളെ 10-15 മിനിറ്റ് പോഡ്കാസ്റ്റ് എഴുതിക്കുമായിരുന്നു. അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അത് ലിസണിങ് കഴിഞ്ഞ് പിന്നെ റീഡിങ്, പിന്നെ റൈറ്റിംഗ്, സ്പീക്കിംഗ് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതല്ലാതെ ഇടയ്ക്ക് നമ്മൾ ഡിക്റ്റേഷൻ ഇരിക്കും. അതുപോലെ ചുമ്മാ സ്പീക്കിംഗ് സെഷനൊക്കെ തരും. റൈറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ്സും പിന്നെ ഗ്രാമർ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എക്സാം ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ മൊഡ്യൂളും 2 പ്രാവശ്യം വെച്ച് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അതും ഭയങ്കര നല്ലതായിരുന്നു. എക്സാം മെറ്റീരിയലൊക്കെ കുറച്ച് കട്ടിയുള്ളതായിരുന്നുകൊണ്ട് എക്സാമിന് എത്തിയപ്പോൾ എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പം അതൊക്കെയാണ് അടിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ ടീച്ചേഴ്സൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒത്തിരി സ്ട്രിക്റ്റോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പം നമ്മൾക്ക് നമ്മുടേതായ ഒരു ഇൻപുട്ട് ഇടാനൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. എൻകറേജ് ചെയ്യുമായിരുന്നു അവരൊക്കെ. അപ്പം അതൊക്കെയാണ് എനിക്ക് അടിമയുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഇവിടെ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയില്ല OET. എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇനി OET പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ അഡ്മിയ സജസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. Admia International Academy. Your dream through us. Kottayam and Caritas. For more informations 95264 74712 95264 74713.